ഹലോ ഗൈസ് വാട്സപ്പ് ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചൂസ് ഗെയിമിംഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 1.21.13.21 ആണ് വേർഷൻ. നമ്മുടെ കുഴപ്പമില്ലാത്തതാണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് കുറച്ച് ഇൻറ്റീരിയൽ വർക്ക് തീർത്തു എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി വ്യത്യാസങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രൊഫൈലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രൊഫൈലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ എൻ്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തും ഇവിടെയൊന്നും അങ്ങനെ അവർ വലിയ വ്യത്യാസം ചെയ്തിട്ടില്ല കേട്ടോ. തുടക്കത്തിൽ ഒരു ചെറിയ വ്യത്യാസം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്രിയേറ്റ് കൂടെ ചെയ്തേക്കാം കേട്ടോ. ക്രിയേറ്റ് വേൾഡ്. ഓക്കെ, ക്രിയേറ്റ് വേൾഡ് കൊടുത്തു. ഞാൻ കറങ്ങുവാണല്ലോ ഗൈസ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ ലെസ്പ്ലേക്ക് എന്താണോ നെയിം വേണ്ടത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ തൽക്കാലത്തേക്ക് മച്ചൂസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് അടിച്ചിടുക കേട്ടോ ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണ് ഇതിന് കൊടുക്കേണ്ടത്. സ്പെല്ലിങ് തെറ്റിപ്പല്ലോ. ഓക്കെ, എന്താണ് ഇതിന് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സർവൈവ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നോർമൽ, ഈസി, ഡിഫിക്കൽട്ട് അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഞാൻ എന്താണെങ്കിൽ നോർമൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഹാർഡ് കോർ ഉണ്ട്. നമ്മൾ ഹാർഡ് കോർ വേണമെങ്കിൽ നമ്മൾ കളിക്കുന്നതായിരിക്കും. ഇപ്പം എന്താണെങ്കിൽ കളിക്കുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ സെക്കൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോർഡിനേറ്റ്സ് അടിക്കാൻ പറ്റും. നമ്മൾ കോർഡിനേറ്റ്സ് അടിക്കാണ്ടാണ് കളിക്കുന്നത്. ഇതിൻ്റെ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷോ കോർഡിനൻസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോർഡിനൻസ് അടിക്കുകയാണ്. ഇത് ഞാൻ സീഡാട്ടോ, മാറിപ്പോയി. ഇവിടെ സീഡ് നമ്മൾ അടിക്കുന്നില്ല. ഇത് നമ്മൾ കോർഡിനൻസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഷോ ഡേയ്സ് പ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ദിവസം ഇതൊന്നും അറിയാൻ വേണ്ടി അതും നമ്മളൊന്ന് ഓൺ ചെയ്തിടുകയാണ്. എന്താണെങ്കിലും നമുക്ക് ആ ഡേ വെച്ചിട്ടുള്ള ഒരു കളി കളിക്കാമല്ലോ. പിന്നെ മൾട്ടിപ്ലേയേഴ്സിലേക്ക് വന്നിട്ട് ഇൻവൈറ്റ് പ്ലേയേഴ്സ് എന്ന് തന്നെയാട്ടോ കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇൻവൈറ്റ് ചെയ്യാണ്ട് ആരെങ്കിലും വന്ന് കയറാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ വേറെ ഇതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒന്നുകൂടെ ഞാനൊന്ന് കൺഫേം വരുത്തട്ടെ ടൈസ്. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. ഗൈസ്, എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് സർവൈവ് ടൈം 3.1 എന്ന് പറഞ്ഞിട്ട് 4. അതിപ്പോൾ കൂടുതലുള്ള ടൈം. പിന്നെ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 440 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയത് കാണുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ ഗൈസ്. ഫുൾ അടിപൊളിയായിട്ട്. ഇത് ബീറ്റ ആയിരുന്നില്ല ഞാൻ കയറ്റി. അടിപൊളി. അപ്പോൾ ബീറ്റ ആകുമ്പോൾ ഇച്ചിരും കൂടെ ഭയങ്കര ലാഗ് കൂടുതലായിരിക്കും. അടിപൊളി. പണിയെടുക്കുമ്പോൾ ഇച്ചിരും കൂടെ ലാഗായിരിക്കും ടൈസ്. ഓക്കെ, സർവൈവ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓ മൈ ഗാഡ് ഗായ്സ്, ഓ മൈ ഗാഡ്. എടാ എന്തൊരു ലക്കടാ, എൻ്റെ പൊന്നു. എനിക്കിവിടെ കോർഡിനൻസ് കാണുന്നില്ല ഗൈസ്. കോർഡിനൻസിൻ്റെ പൊക്കത്താണ് ഈ ഇതൊക്കെ വന്നിരിക്കുന്നത് ഗൈസ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ മരം പോലും വെട്ടേണ്ട ആവശ്യമില്ലാത്ത ഫീലായിപ്പോയല്ലോ ഗൈസ്. എന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് മരം വെട്ടുന്നത് പോലെ. കർത്താവിടെ സോബി ഉണ്ടോ ഗൈസ്? ക്രിയേറ്റ് ചെയ്തിട്ട് മരം വെട്ടുന്ന പോലെ വെട്ടിയാക്കട്ടെ ഗൈസ്. ആദ്യം തന്നെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഗൈസ്. ഹാക്ക് പോലെ ഇപ്പോൾ ഗൈസ്, ഹാക്ക് പോലെ. ഗൈസ്, ഇത് പൊട്ടിച്ചാൽ മാത്രമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് തൊടുന്നില്ല. ഓക്കെ, ഓ മൈ ഗാഡ്, ഇച്ചിരി വമ്പ എളുപ്പമായി പോയല്ലോ ഗൈസ്. ഇത്ര അടുത്ത് വരും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്താണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പ്ലാങ്ക് ആക്കാം. പ്ലാങ്ക് ആക്കിയിട്ട് നമ്മുടെ ആദ്യത്തെ കടമയായ ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വെക്കാം. പിന്നെ നമുക്ക് ഒരു സ്റ്റിക്ക്, ഒറ്റ പിക്കാക്സ് ഗൈസ്. ആ പിക്കാക്സ് ഉണ്ടാക്കിയതിന് ശേഷം
ഇത് നമുക്ക് അങ്ങ് പൊട്ടിച്ചെടുക്കാം ടൈസ്. ഓക്കെ, നമ്മൾ പിന്നെ ഈ വില്ലേജ് നമ്മൾ എന്താണ് നശിപ്പിക്കുന്നില്ല കേട്ടോ ഈ വട്ടം കിസ്. നശിപ്പിക്കണ എനിക്ക് നശിപ്പിക്കാൻ തോന്നണില്ല. പക്ഷേ നിങ്ങൾ കണ്ണടച്ച് പിടിച്ചോ, ഞാൻ നശിപ്പിക്കില്ല. ഞാൻ നശിപ്പിക്കില്ല. ഞാൻ അത്ര സത്യസന്ധന, നിങ്ങൾക്ക് അറിയാലോ. ഇതെന്താ ഇത് ഗൈസ്? ഈ വീടിന് വലിപ്പം കൂടുതൽ. അപ്പോൾ ഞാൻ ഈ വീട് എന്തായാലും പൊട്ടിച്ചിട്ട് പണിയാന്ന് ഓർത്തിട്ട് ഗൈസ്. വെറുതെ എന്തിനാ ഈ വീടിന് ഇത്ര വലിപ്പമൊക്കെ? അത്ര വലിപ്പമൊന്നും വേണ്ട ഗൈസ്. ഓക്കെ, നമുക്കൊരു ബെഡ് വേണം ടൈസ്. നമുക്ക് ബെഡ് എടുത്തേക്കാം. 2 ബെഡുണ്ട്. ഞാനിത് ഡോർ ഓർക്കാണ്ട് കയറിയല്ലോ. എമറാൾഡ് ഉണ്ട് ടൈസ്. ഓക്കെ, എന്നാലും ഇങ്ങനെ ലെക്കൊക്കെ ആദ്യമായിട്ടാണല്ലോ എനിക്ക് കിട്ടുന്നത്. കഴിഞ്ഞ വട്ടം ഞാൻ സീഡ് ഇട്ടല്ലോ, ഈ വട്ടം എനിക്ക് ലെക്ക്. കർത്താവ്, ഈ ലെക്കിൻ്റെ പുറകിൽ എന്തെങ്കിലും എനിക്കൊരു പണി ഉണ്ടാവും ഉറപ്പാ. കഴിഞ്ഞ വട്ടം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാ. പണി കിട്ടുമോ എന്തോ. ഈ ലെക്കിൻ്റെ പുറത്ത് എനിക്ക് 8ൻ്റെ പണിയായിരിക്കും ഇവിടെ കിട്ടാൻ പോവുക. ഒരു ഡയമണ്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റിയടേ. ഇത്രയും പോരെ? നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. എക്സ്പ്ലോർ എന്തിനാ? എന്നാത്തിൻ്റെ ആവശ്യത്തിനാണ് ഗൈസ് ഇതൊക്കെ നിൽക്കാൻ പറയുന്നത്? ഇവരോട് പോകാൻ പറ. ശേ, നിൽക്കില്ല. എന്നാണോ കഴിഞ്ഞ? അതെന്തോ ഞാൻ ഓണാക്കിയിട്ടാട്ടോ ഗൈസ് അറിയാതെ. ഓക്കെ, ഒരു പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം. ആദ്യം തന്നെ സ്റ്റിക്ക് ഉണ്ടാക്കാം. ഒരു ആക്സ്, ഒരു വാള്, വീണ്ടും സ്റ്റിക്ക് ഉണ്ടാക്കുക, ഒരു ഷവല്, ഒരു ഹോയ്. ഇത്ര സാധനങ്ങളാട്ടോ നമുക്ക് വേണ്ട. ഇത്ര സാധനം മതി നമുക്ക്, വേറൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, ഇത്ര സാധനം എടുക്കുക. ഇവനെ പൊട്ടിച്ചെടുത്ത കേട്ടൈസ്. ഇനി നമുക്ക് ഇതൊന്ന് പെട്ടെന്നൊന്ന് എല്ലായിടും നോക്കിയാൽ ഗൈസ്. നമുക്ക് അതിൻ്റെ ബ്ലാക്ക് സ്മിത്ത് നോക്കാം. ബ്ലാക്ക് സ്മിത്ത് എന്നല്ലേ പറയാ? ഓക്കെ. ഗൈസ്, എൻ്റെ കിളി പോയി ഏകദേശം. ഇത് മൈൻക്രാഫ്റ്റ് ഈ വർഷം എൻ്റെ കൂടെയാണല്ലോ. ഈ വർഷം സുധീൻ്റെ കൂടെ നിൽക്കേണ്ടതിന് വരെ എൻ്റെ കൂടെയാണല്ലോ നിൽക്കുന്നത്. സുധീൻ്റെ കൂടെയല്ലാന്ന് സുധി പറയാറുണ്ട്. ഇനി കർത്താവിനെ അറിയാൻ കുറച്ച് കഴിയുമ്പോൾ സുധീൻ്റെ കൂടെ ആവുമെന്ന്. എന്നാ ചെയ്യാനെന്നൊക്കെ. ഒബ്സീഡിയൻ 6 ഒബ്സീഡിയൻ കിട്ടിയിട്ട് വോയിസ്. ആപ്പിൾ 5 വീണ്ടും ബ്രെഡ്. ഇതെങ്ങനെയാണെങ്കിൽ ബ്രെഡും ഇതൊന്ന് പൊട്ടിച്ചെടുത്തേക്കണ്ട വോയിസ്. നമ്മൾ കയറുന്ന വീട്ടിൽ വെക്കാനായിട്ട് വെറുതെ അതിന് വേണ്ടി നമ്മളൊരു വില്ലേജ് വെറുതെ നശിപ്പിക്കണ്ടല്ലോ വോയിസ്. അണ്ണാ ഇതെനിക്ക് ആവശ്യം. അയ്യോ, ഇപ്പോൾ മാറിപ്പോയതിനെ. അണ്ണാ എനിക്ക് ഇത് ആവശ്യമുള്ളതുകൊണ്ട് ഇതും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. വേറെ ഒന്നും തോന്നരുത്, എനിക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണ്. വേറെ എവിടെ ബ്ലാക്ക് സ്മിത്ത്? അതവിടെ ഉണ്ട്. അയ്യങ്കോളം മാമ, ഞാൻ എത്തിയിട്ടാ. ഗൈസ്, ഇതിനകത്ത് പുതിയ വേറൊരു സംഭവം ഞാൻ കണ്ടെത്തിയിട്ട് അത് ഞാൻ കാണിച്ചു തരാം. അതെന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാൻ നോക്കിയിട്ടില്ല ടൈസ്. നമുക്ക് ഒന്നിച്ച് ലാഗ്. ഓക്കെ, ഒന്നിച്ച് നോക്കാമെന്ന് ഓർത്തോട്ടാ ഗൈസ്. അയൺ വാൾ കിട്ടിയിട്ടുണ്ട്. സോഡ് കിട്ടിയിട്ടുണ്ട്. അതൊരു എളുപ്പക്കാരിയായി. പൊട്ടിച്ചെടുത്തേക്കാം. ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞ സംഭവം. നമുക്ക് ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാനുള്ള ദിവസം ഇന്ന് എന്താണെങ്കിലും വീഡിയോ ഇടാൻ പറ്റില്ല. ഇന്ന് രാത്രിക്കുള്ളിൽ നിങ്ങൾക്ക് വീഡിയോ ഇടണമെന്ന് എനിക്കൊരു ശബ്ദമുണ്ട് ഗൈസ്, അതിന് വേണ്ടിയിട്ടാ. അപ്പോൾ ഇവിടെ വീണ്ടും ബ്ലാക്ക് സ്മിത്ത്. ഞാൻ എന്തെങ്കിലും ഈ വീട്ടിൽ കയറാൻ വേണ്ടി വന്നതാണ്. വീട്ടിലുണ്ടോ? ഓക്കെ, ഇത് വെച്ചേക്കാം. ഇന്ന് മുതൽ ഇത് എൻ്റെ വീടാട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടിക്കുക, ഇതെടുക്കുക. എല്ലാ സാധനങ്ങളും നമ്മൾ ക്രമീകരിച്ച് വെച്ചില്ലെങ്കിൽ കോളൗട്ട് ഗൈസ്. ഇതിവിടെ വെക്കുക. ഇനി റീസ്പോൺ അടിക്കുക. വേറെ ഒന്നും ചെയ്യില്ല ഗൈസ്. അതെന്ത് അപ്പത്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. കണ്ടോ, ഇവിടെ ഒരു പ്രത്യേക സംഭവം വന്നിട്ടുണ്ട്. പ്രൊഫൈൽ വന്നിട്ടുണ്ട്. പ്രൊഫൈൽ നമ്മൾ നിൽക്കുന്നില്ല. ഈ ക്യാമറ എന്തുവാ? ഇത് മെസ്സേജാണ്. ആരെങ്കിലോടൊക്കെ മെസ്സേജ് അയക്കണമെങ്കിൽ അതിനുള്ളതായി ആണ്. ഓക്കെ, ഈ ക്യാമറ സ്ക്രീൻഷോട്ടാ? ഓ
കൊള്ളാം. നെക്കി പിടിച്ചാലോ? ഓ കൊള്ളാടെ, കൊള്ളാം 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 കൊള്ളാം. സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഗൈസ്, സ്ക്രീൻഷോട്ട്. ഓക്കെ. ആ ഓക്കെ. എന്താണ് വിളിച്ചോട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് എന്താണ് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ. ഇതിപ്പോഴാണ് ഈ സ്ക്രീൻഷോട്ട് എടുത്തത് വരുന്നത്. ബാക്ക് മാൻ ഗൈസ്.